ജോയിയുടെ മരണത്തിന് പിന്നാലെ നഗരത്തിലെ തോടുകളുടെ നവീകരണത്തിന് സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും പ്രഖ്യാപിച്ച പദ്ധതികൾ എങ്ങും എത്താതെ പോയതാണ് മുൻകാല അനുഭവം. 2021 നഗരത്തിലെ നീർച്ചാലുകളുടെ നവീകരണത്തിന് വിശദമായ പ്ലാൻ തയ്യാറാക്കിയതാണ്. 25 കോടിയുടെ ഭരണാനുമതി ലഭിച്ച ഈ പ്ലാൻ രേഖകളിൽ മാത്രം അവസാനിച്ചതിന്റെ ബാക്കി പത്രമായിരുന്നു ആമയിഴഞ്ചാലിലെ അപകടം. 2021 ഇറിഗേഷൻ വകുപ്പ് തിരുവനന്തപുരം നഗരത്തിനായി തയ്യാറാക്കിയ പ്ലാനിന്റെ ആദ്യ പേജാണിത്. ആമയിഴഞ്ചാൻ അടക്കം നഗരത്തിലൂടെ ഒഴുകുന്ന 11 തോടുകളെ അക്കമിട്ട് നിരത്തി മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് റിപ്പോർട്ടിൽ ഊന്നി പറയുന്നു. റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കൺമുൻപിലുണ്ട്. ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിനായി 25 കോടിയുടെ ഭരണാനുമതി നൽകിയെന്ന് നിയമസഭാ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും പുതിയ പദ്ധതി വേണമെന്നാണ് മന്ത്രിയുടെ ഭാഷ്യം. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ 11 ലക്ഷ്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൈവരിക്കേണ്ട 11 ലക്ഷ്യങ്ങൾ സമയക്രമവും നിശ്ചയിച്ചിട്ടുണ്ട്. അത് കൈവരിക്കാൻ കഴിയുമെന്ന ഉറപ്പ് തന്നെയാണ് സർക്കാരിനുള്ളത്. വർഷങ്ങളായി ശുചീകരണ പ്രവർത്തനങ്ങൾ രേഖയിൽ മാത്രം ഒതുങ്ങിപ്പോയ തിരുവനന്തപുരം നഗരത്തിലെ ഏതാണ്ട് എല്ലാ തോടുകളും ഇതേ നിലയിലാണ്. നടപ്പാക്കാൻ ഉദ്ദേശമില്ലാത്ത പദ്ധതികൾ പ്രഖ്യാപിച്ച് കൈകഴുകാനാണ് ഇത്തവണയും ഉദ്ദേശമെങ്കിൽ ഇനിയും ജോയിമാരുണ്ടാകും. മീഡിയ 1 തിരുവനന്തപുരം. മുൻകരുതലെടുക്കാതെ മലിനജലത്തിൽ മനുഷ്യരെ ഇറക്കി ശുചീകരണം നടത്തുന്നത് നിയമലംഘനമാണെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചുത്തരവിടുകയും പാർലമെന്റ് നിയമം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങിമരിച്ച ജോയിയുടെ കാര്യത്തിൽ ഈ നിയമങ്ങളും ഉത്തരവുകളും നഗ്നമായി ലംഘിക്കപ്പെട്ടു. അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബത്തിന് 30 ലക്ഷം നഷ്ടപരിഹാരം നൽകാനും നിയമം അനുശാസിക്കുന്നുണ്ട്. ആഴം കൂടിയ തോട്ടിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിലേക്കാണ് ജോയി ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ ശുചീകരണത്തിനിറങ്ങിയത്. സുരക്ഷാ സംവിധാനങ്ങൾ ധരിച്ചും ശുചീകരണ ഉപകരണങ്ങൾ നൽകിയും മാത്രമേ മലിനജലത്തിൽ തൊഴിലാളികളെ ഇറക്കാവൂ എന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. മാനുവൽ സ്കവഞ്ചിംഗ് ആക്ടിൽ വ്യക്തത വരുത്തിയാണ് 2023 സുപ്രീം കോടതി ഇക്കാര്യം ഉത്തരവായി ഇറക്കിയത്. മനുഷ്യവിസർജ്യം ഉൾപ്പെടുന്ന സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനു പുറമെ മലിനജലം ഉൾക്കൊള്ളുന്ന ഖാനകളിൽ മനുഷ്യരെ ഇറക്കി ജോലി ചെയ്യുന്നതിനും സുപ്രീം കോടതി മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുണ്ട്. ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നൽകണം. ജീവന് ഭീഷണിയുണ്ടാകുന്ന ജോലികളിൽ ഏർപ്പെടാൻ അനുവദിക്കരുത്. ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തുക 10 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷമായി ഉയർത്തണമെന്നും കോടതിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ, റെയിൽവേ, കരാറുകാർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ വ്യവസ്ഥിതികളിൽ കുടുങ്ങിക്കിടക്കുന്ന നിശബ്ദരായ വലിയ ജനവിഭാഗങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് അരവിന്ദ് കുമാറും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും ഉത്തരവ് അവസാനിപ്പിക്കുന്നത്. സുപ്രീം കോടതിയുടെ കർശന മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് മാലിന്യ കൂമ്പാരത്തിലേക്ക് ജോയിയും കൂട്ടരും ശുചീകരണത്തിനിറങ്ങിയത്. മീഡിയ 1 കൊച്ചി. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് ആവർത്തിച്ച് റെയിൽവേ. ടണലിൽ അടിഞ്ഞത് റെയിൽവേ ഭൂമിയിലെ മാലിന്യമല്ലെന്നും ഉത്തരവാദിത്തം ഏജൻസികൾക്കാണെന്നും തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ഡോക്ടർ മനീഷ് ദപ്ല പറഞ്ഞു. നഷ്ടപരിഹാരം നൽകുന്നതിൽ ചില നിയമങ്ങളുണ്ടെന്നും അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നും റെയിൽവേ നിലപാട് സ്വീകരിച്ചു. This waste is not from the station. The station waste is collected in bags and it is then given to the accredited agencies. This unfortunately this canal is very long, so maybe 4 to 5 meters upstream is there. So if anybody throws anything, it will come down to the downstream. So that is why, because we have a barrier there, so you see a lot of waste there. Station is somewhere else. This is at the end of the platform. So it is floating down from the upstream. ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിനിടെയുണ്ടായ ജോയിയുടെ മരണത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെടണമെന്ന് മന്ത്രി എം പി രാജേഷ്. റെയിൽവേ കണ്ണടച്ചിരുട്ടാക്കുന്നു. റെയിൽവേയുടെ വീഴ്ച സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുമെന്നും ഒരു തരത്തിലും ഇനി വീഴ്ച അനുവദിക്കില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു. ഹൈക്കോടതി അമിക്കസ് ക്യൂറിയും വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റെയിൽവേ കോടതിയിൽ സമാധാനം പറഞ്ഞോട്ടെ. അവർക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ പറയട്ടെ. ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. പക്ഷെ ഇതല്ല സർക്കാർ റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഈ ദുരന്തം പോലും കണ്ണു തുറപ്പിച്ചിട്ടില്ല എന്ന് വരുന്നത് ഖേദകരമാണ്. ആ സമീപനം തിരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെടണം. ഈ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്യാനും ആവശ്യമെങ്കിൽ നടപടിയെടുക്കാനും അദ്ദേഹം തയ്യാറാവുകയാണ് വേണ്ടത്.
ജോയിയുടെ വീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. അപകടത്തിന്റെ ഉത്തരവാദി ആരെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. റെയിൽവേയും കോർപ്പറേഷനും സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്നും രണ്ടാൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഗവർണർ. Who is responsible? That will be for the whatever investigation is conducted. They will decide. I have come here only to share their grief, to give my sympathies, and our heart goes out to the family. I mean, this is absolutely tragic and heartrending. But we should learn a lesson from it. Honorable Chief Minister has also convened a meeting day after tomorrow. So I hope they will find some way out so that in future nobody's life is put at risk. ആലപ്പുഴ ജില്ലയിൽ കോഴിയും താറാവും വളർത്തൽ 1 വർഷത്തേക്ക് നിരോധിക്കാനുള്ള നീക്കത്തിൽ കർഷകർക്ക് പ്രതിഷേധം. നിയന്ത്രണങ്ങൾക്ക് പകരം ദീർഘകാല നിരോധനം കർഷകരുടെ നട്ടെല്ലൊടിക്കും. വാക്സിൻ അടക്കമുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് കർഷകരെ സഹായിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. പക്ഷിപ്പനി കാരണം താറാവ് കുഞ്ഞുങ്ങളെ കൂട്ടമായി കത്തിക്കുകയും മുട്ടയടക്കം വിൽക്കുന്നത് തടയുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് ദീർഘകാല നിരോധനം വരുന്നത്. ഇതോടെ കർഷകർ ആശങ്കയിലായി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഉപജീവനമാർഗം അപ്പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാകുമെന്നാണ് കർഷകർ ഭയപ്പെടുന്നത്. നിരോധനം വന്നു കഴിഞ്ഞാൽ ഇതിനിപ്പം മുട്ട വിൽക്കരുത്, ഇറച്ചി വിൽക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് വന്നു കഴിയുമ്പോൾ ഈ കർഷകന്റെ ബുദ്ധിമുട്ടും അവർ മേടിച്ചത് ഇപ്പം തന്നെ കൊടുത്തേക്കുന്ന പൂവനെ ഒന്നും കച്ചവടമില്ലാതെ കാശിനും സാമ്പത്തികമൊന്നും കിട്ടാതെ കിടക്കുന്ന സാഹചര്യം. അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആത്മഹത്യയുള്ള വഴി. താറാവ് വിൽപ്പനയുടെ അനുബന്ധ മേഖലയടക്കം പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഹോട്ടൽ രംഗത്തടക്കം പ്രയാസം നേരിടേണ്ടി വരും. അതിനാൽ സർക്കാർ തീരുമാനത്തിനെതിരെ സമരത്തിനൊരുങ്ങിയാണ് കർഷകർ. നിരോധനം കൊണ്ട് ഈ രാജ്യത്തൊന്നും സാധിക്കാനില്ല. നിയന്ത്രണമാണ്. നിരന്തര ശക്തമായ സമരത്തിലേക്കാണ് ഞങ്ങൾ നാളെ രൂപം കൊടുക്കാൻ പോകുന്നത്. താറാവുകളെ കൊന്നു കത്തിച്ചതിന്റെ നഷ്ടപരിഹാരം ഇനിയും ലഭിക്കാത്തവർ നിരവധിയാണ്. അതിനു പിന്നാലെയാണ് ദീർഘകാല പക്ഷി നിരോധനത്തിനൊരുങ്ങുന്നത്. ഫൈസൽ നിർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.